എന്നാലേ നമുക്കൊരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയാലോ? ഓ പിന്നെ ബീട്രൂട്ട് തോരനിലൊക്കെ ഇത്ര കഥ പറയാൻ എന്തായിരിക്കുന്നേ? അങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല കേട്ടോ. അതായത് ഇതുപോലെ കത്തിയും കട്ടിംഗ് ബോർഡ് ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ട് ഇതെങ്ങനെ കട്ട് ചെയ്യുന്നേ അങ്ങനെ ആലോചിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ലേ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ബീട്രൂട്ട് കട്ട് ചെയ്യാൻ എളുപ്പത്തിലുള്ള ഒരു മാർഗം കാണിച്ചു തരട്ടെ. തൊലി കളഞ്ഞെടുത്ത ബീട്രൂട്ട് ദാ ഇതിൽ കാണുന്നത് പോലെ ആദ്യം നടുവേ ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം സർക്കിൾ ഷേപ്പിലുള്ള ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഈ ഓരോ ലെയേഴ്സും മേളിൽ വെച്ചിട്ട് ആദ്യം നീളത്തിൽ കട്ട് ചെയ്യുന്നു, പിന്നെ തിരിച്ചു വെച്ചിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്യൂബിന്റെ തിക്നെസ്സിനനുസരിച്ച് ആ ലെയർ കട്ട് ചെയ്യുമ്പോൾ വിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിനേക്കാൾ എളുപ്പം ചോപ്പർ അല്ലേന്ന്. അതെ, വളരെ എളുപ്പമാണ്. പക്ഷെ ഇതുപോലത്തെ ലക്ഷണമൊത്ത ക്യൂബ്സ് ആയിട്ട് ചോപ്പർ കട്ട് ചെയ്ത് തരുമോ? ഇല്ല. അപ്പൊ അതാണ് കാര്യം. പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനേക്കാളും പാടുള്ള കാര്യം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞുള്ള കറ കയ്യിൽ നിന്ന് കളയാനുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് നല്ല ടിപ്സ് വല്ല അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ടാസ്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇടികല്ല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് കറക്കിയെടുത്താലും മതി. ഇതുപോലത്തെ ഇടികല്ലൊക്കെ ഇപ്പൊ ആമസോണിലും അവൈലബിൾ ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ എണ്ണ ചേർക്കാം. അത് കഴിഞ്ഞ് കടുക് പൊട്ടിക്കണം. പിന്നെ നമുക്ക് ചതച്ച് വെച്ച ഉള്ളി ചേർക്കാം. നന്നായിട്ട് വാടുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്യുന്നു. പിന്നെ ബീറ്റ്റൂട്ട് ആഡ് ചെയ്യുന്നു. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് അടപ്പ് തുറക്കാതെ ഇത് ആവിയിൽ തന്നെ വേവിക്കാനായിട്ട് അനുവദിക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് തുറന്ന് നോക്കി നന്നായിട്ട് ഇളക്കി തേങ്ങ ചേർത്ത് വീണ്ടും ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. ആവിയിലിരുന്ന് വേവാനായിട്ട് അനുവദിക്കാം. ഇത്രയും കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇത് വേവേണ്ടതാണ്. ഇൻ കേസ് ഇത് വെന്തിട്ടില്ല, നിങ്ങൾക്ക് വേവ് പോരാന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും നന്നായിട്ട് ഇളക്കി ഇതിനൊരു 5 മിനിറ്റ് കൂടെ വെച്ചിട്ട് ആവിയിൽ വേവിക്കാനായിട്ട് വെക്കുക. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.